ഹായ് ഗായ്സ്, ഒരു പേട കഴിക്കാൻ കൊതി വന്നപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി പേടയാണ്. നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ടൈമിൻ്റെ മെനക്കേടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇതിൽ കുറച്ച് പാല് വേണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു അടി കട്ടിയുള്ള പാന് വേണം. കുറച്ചുകൂടി നല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. നമുക്ക് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, കാരണം അടിയിൽ കരിഞ്ഞു പോകും പാലാണ്. ഇനി നമുക്കത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3.5 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തു. പാൽപ്പൊടി ഇടുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഇളക്കി വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കട്ടയായി പോവും. അത് ശ്രദ്ധിക്കണം. ഏകദേശം കുറച്ച് നേരം, ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെ കുമിള പൊട്ടി വരുന്ന ഒരു ടൈമാവും. ആ സമയമായാലും നമ്മൾ ഇളക്കി നിർത്താൻ പാടില്ല. പിന്നെയും അതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ട് അത് കുറച്ച് കരിയും ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കതിലേക്ക് ലാസ്റ്റിൽ തീ ഓഫ് ചെയ്ത് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റണം. മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ, നനവൊന്നുമില്ലാത്തൊരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ 1-2 മാസം വരെ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം.